സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം അധ്യായം 8 10 തിരുവചനം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാംഗ ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാവുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാവുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായം 10 തിരുവചനത്തിൽ ഒരു വിചിത്രമായ, വിശേഷമായ, പ്രത്യേകമായ സന്തോഷം നാം കാണുകയാണ്. ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അഥവാ ഈ സന്തോഷത്തിൻ്റെ കാരണം, ഇസ്രായേൽ ജനം നെഹമ്യാവിൻ്റെയും എസ്രായുടെയും നേതൃത്വത്തിൽ ദൈവസന്നിധിയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി എന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അഥവാ കഴിഞ്ഞ നാളുകളിൽ അവർ പ്രവാസത്തിലായിരുന്നു. അതോടൊപ്പം ന്യായപ്രമാണം വിട്ട് അവർ നടന്നിരുന്നു. തിരുവചനവുമായി, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതം. അതിൻ്റെ അനന്തരഫലമായി അവർ അനേകവിധമായ ശോധനകളിലൂടെ, പരീക്ഷകളിലൂടെ, വേദനയിലൂടെ കടന്നുപോയി. എന്നാൽ ആ സമയം ദൈവം നെഹമ്യാവിനെയും എസ്രായെയും ശക്തീകരിച്ചു. അവർ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ചെന്ന് സംസാരിക്കുന്ന ഉപദേശമാണ് നാം വായിച്ചു കേട്ടത്. ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായത്തിൽ നമുക്ക് കാണാം. രാവിലെ മുതൽ ഉച്ചവരെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവവചനം വായിച്ച് കേൾക്കുകയാണ്. വചനം കേട്ട ഉടനെ അവർ കരയുവാൻ തുടങ്ങി. നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായം 9 വാക്യത്തിലാണ് അത് നാം കാണുന്നത്. അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അവർ കരയുവാനുള്ള കാരണം, കഴിഞ്ഞ നാളുകളിൽ ഈ അതിവിശുദ്ധ ന്യായപ്രമാണം, ഈ അതിവിശുദ്ധ തിരുവചനം, ഈ സത്യവചനം അവർ വായിക്കാതെയും അനുസരിക്കാതെയും ഉപേക്ഷിച്ച് നടന്നുവല്ലോ. എത്ര നീതിയുള്ള വചനമാണിവ! പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എഴുതി നൽകിയത്. ഇത് വിട്ട് നടന്നുവല്ലോ, ഇത് ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ, ഇത് കേൾക്കാതെ പോയല്ലോ എന്നുള്ള കുറ്റബോധമാണ് അവരെ കണ്ണുനീരിലാഴ്ത്തിയത്. എന്നാൽ അത് പാപബോധത്തിനുള്ള, അനുതാപത്തിനുള്ള, മാനസാന്തരത്തിനുള്ള ഒരു കണ്ണുനീർ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് എസ്രായും നെഹമ്യാവും ചേർന്ന് പറഞ്ഞത്, നിങ്ങൾ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവിൽ സന്തോഷിപ്പിനെന്ന്. കർത്താവിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാണ് എന്നുകൂടെ അവർ കൂട്ടിച്ചേർത്തു. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നൽകുന്ന സന്ദേശം, നാം ദൈവവചനം വിട്ട്, നാം ന്യായപ്രമാണം വിട്ട്, നാം കർത്താവിൻ്റെ വചനങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ വിട്ട് നടക്കുമ്പോൾ പലതരത്തിലുള്ള കഷ്ടനഷ്ട ശോധനകൾ നമ്മെ പിന്തുടരുവാനിടയാകും. എന്നാൽ ഇവിടെ നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ
ഇസ്രായേൽ ജനം ചെയ്തതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ യഹോവയെങ്കിലെ സന്തോഷം കൊണ്ട് അഥവാ കർത്താവിങ്കിലെ സന്തോഷം കൊണ്ട് നാം നിറയപ്പെടുവാനിടയാവും. ആമേൻ. വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ